ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണത്തെ വേൾഡ് കപ്പിനും യോഗ്യത നേടാൻ യൂറോപ്യൻ കരുത്തരായ ഇറ്റലിക്ക് കഴിഞ്ഞിട്ടില്ല. തുടർച്ചയായി 3-ാം തവണയാണ് അവർക്ക് വേൾഡ് കപ്പിനുള്ള യോഗ്യത ലഭിക്കാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പരിശീലകനായ ഗെന്നാരോ ഗട്ടൂസോ ആ ഒരു പരിശീലക സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹം പടിയിറങ്ങി എന്ന് മാധ്യമങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. ഇറ്റാലിയൻ ദേശീയ ടീമിന് പുതിയ ഒരു പരിശീലകനെ ആവശ്യമായി വരികയാണ്. മാൻസിനി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതേസമയം പ്രമുഖ ഇറ്റാലിയൻ മാധ്യമമായ ലാ ഗസറ്റ ഡെല്ലോ സ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രശസ്ത പരിശീലകനായ പെപ് ഗാർഡിയോളയെ കൊണ്ടുവരാൻ ഇറ്റലിക്ക് ഇപ്പോൾ വലിയ താല്പര്യമുണ്ട്, അവർ അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നാണ് ലാ ഗസറ്റ ഡെല്ലോ സ്പോർട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നേരത്തെ പെപ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഏതെങ്കിലും ഒരു ദേശീയ ടീമിനെ പരിശീലിപ്പിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട്. വേൾഡ് കപ്പിലോ അതല്ലെങ്കിൽ കോപ്പ അമേരിക്കയിലോ യൂറോ കപ്പിലും ഒക്കെ ഒരു ദേശീയ ടീമിനോടൊപ്പം പങ്കെടുക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പെപ്പ് പറഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സീസണിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കാനാണ് ഇറ്റാലിയൻ ദേശീയ ടീം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റിയുമായി പെപ്പിന് 2027 വരെ കരാർ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെപ്പ് മാഞ്ചസ്റ്റർ സിറ്റി വിടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇറ്റലി അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും മികച്ച ഒരു പരിശീലകനെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇറ്റലിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.